അതേസമയം UDF സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ പ്രതികരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഉടൻ തന്നെ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അബ്ദുൽ അക്ബർ പ്രതികരിച്ചു. ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 22-ാം തീയതി തിങ്കളാഴ്ച തന്നെ പ്രസ്തുത സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും മെഡിക്കൽ ഓഫീസറും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും രോഗം റിപ്പോർട്ട് ചെയ്ത വീടും രോഗബാധയുള്ള കുട്ടി പഠിക്കുന്ന സ്കൂളും സന്ദർശിച്ച് ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രദേശത്തെ വീടുകൾ ക്ലോറിനേഷൻ നടത്തുകയും പ്രദേശത്ത് ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി വിപുലമായ രീതിയിൽ സന്ദേശങ്ങളും കൈമാറിയിട്ടുണ്ട്. മഴക്കാല ശുചീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വളരെ സമഗ്രമായി ശുചീകരണ പ്രവർത്തികൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏരിയകളിലും കുട്ടി പഠിച്ച സ്കൂളുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സമഗ്രമായി ശുചീകരണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ ആരോഗ്യ വിഭാഗം ഡോക്ടർമാർ, അതേപോലെ HI, നേഴ്സസ്, ആശാ വർക്കർമാർ, അതേപോലെ പഞ്ചായത്ത് മെമ്പർമാർ, ആ വാർഡിലെ മെമ്പർ, സീനത്തടക്കമുള്ള ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടി പഠിച്ച സ്കൂളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട നിർദ്ദേശങ്ങൾ വീട്ടുകാർക്കും പ്രിൻസിപ്പലിനും ഒക്കെ നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ, മെഡിക്കൽ ഓഫീസർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാപ്രവർത്തകർ എന്നിവരെല്ലാം സംബന്ധിച്ച സ്കൂൾ PTA യോഗം ചേർന്നിരുന്നുവെന്നും ചൊവ്വാഴ്ച വീണ്ടും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തിയിട്ടുണ്ടെന്നും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി 10,000-ഓളം നോട്ടീസ് അച്ചടിച്ച് വീടുകളിൽ വിതരണം ചെയ്യാൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. കുട്ടി ഇപ്പം നിരീക്ഷണത്തിലാണുള്ളത്. സ്വാഭാവികമായും കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും നിരീക്ഷണത്തിലാണുള്ളത്. കുട്ടി ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അപകട നില പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സ്റ്റേബിളാണ്. അതിൻ്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായൊരു മീറ്റിംഗ് നാളെ 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഞങ്ങൾ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സമഗ്രമായി ഇത് സംബന്ധമായി പകർച്ചവ്യാധി പകരാതിരിക്കാനുള്ള എല്ലാവിധ നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം.